BTV. Being with you. The community channel. For more, subscribe our YouTube channel. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സമർ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റമദാൻ ചിന്തകൾ എന്ന പുസ്തകത്തിൻ്റെ ഒരധ്യായത്തിൽ ദൈവ സാമീപ്യത്തിൻ്റെ സ്ഥലകാല ചിന്തകളെക്കുറിച്ച് താങ്കൾ വിവരിക്കുന്നുണ്ട്. എന്താണ് ഈ സ്ഥലകാല ചിന്തകൾ? നമുക്കറിയുന്നതുപോലെ സർവശ്രേഷ്ഠനായ രാജാതിരാജനായ ദൈവം സ്രഷ്ടാവ് വളരെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നു. അവൻ നിരാശ്രയനാണ്, സർവശക്തനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. പക്ഷെ അവൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ അബലനാണ്, ചപലനാണ്, ആശ്രയം വേണ്ടവനാണ്. അപ്പോൾ ഇവിടെ ഈ ദൂരത്തെ എങ്ങനെ കുറക്കാൻ സാധിക്കും? മനുഷ്യന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവനെ ആരാധിക്കേണ്ടതുണ്ട്, അവൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ നിവർത്തിക്കേണ്ടതുണ്ട്, അവൻ്റെ പാപത്തിൻ്റെ മാറാപ്പുകൾ കെട്ടഴിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ദൈവത്തിലേക്ക് ഒരു സാമീപ്യം ആവശ്യമുണ്ട്. ഈ ഒരു സാമീപ്യത്തെ പ്രത്യേകിച്ച് ഇസ്ലാം പരിഗണിക്കുന്നു എന്നതാണ്. അള്ളാഹു അകലെയല്ല, സമീപസ്ഥനാണ്, വിളിച്ചാൽ കേൾക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. റമദാൻ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ചില സ്ഥലം, ചില കാലം, ചില സന്ദർഭം അള്ളാഹുവിലേക്ക് വിശ്വാസികൾക്ക് കൂടുതൽ അടുത്തു നിൽക്കുവാൻ, അഥവാ അങ്ങനെ ഒരു സാമീപ്യം ബോധ്യമാകുന്ന രൂപത്തിൽ ചില അവസരങ്ങൾ അള്ളാഹു തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഇത് ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പം മക്ക, ഭൂമിയുടെ കേന്ദ്രമാണ് മക്ക. ആ ഭൂമിയുടെ കേന്ദ്രത്തിലെ നടുവിലാണ്, മധ്യത്തിലാണ് കഅബാലയം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് അഥവാ കഅബയിൽ നിന്ന് എല്ലായിടത്തേക്കും തുല്യ ദൂരമാണ്. ആ ഒരു കഅബയിൽ പോകുന്നവർക്ക്, അതിൻ്റെ തവാഫിൽ, അതിൻ്റെ വർത്തുള പ്രവാഹത്തിൽ ഒരു അംഗമായി ചേരുന്നവർക്ക്, കഅബയെ സ്പർശിക്കുന്നവർക്ക്, ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എത്തി, ഒരു സന്നിധാനത്തിലാണ് എന്ന ഒരു ഫീൽ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവർക്കും അവിടെ പോകാം, ആ സാമീപ്യം അനുഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, കഅബാലയത്തിൻ്റെ വാതിലിൻ്റെയും ഹജ്ജും ഉംറയും ഒക്കെ ആരംഭിക്കുന്ന അടയാളമായ ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള 3 മീറ്റർ സ്ഥലം മുൽത്തസിം എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ്റെ 2 കൈപ്പത്തികളും അവൻ്റെ വലത് കവിളും അവൻ്റെ നെഞ്ചും ഈ ഒരു ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം കേൾക്കും, ഉത്തരം നൽകപ്പെടുമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഅബാലയത്തിലെത്തുന്ന, കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്ന, മുൽത്തസിമിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വല്ലാത്തൊരു അനുഭവം, അള്ളാഹുവിലേക്ക് അടുത്തു, അവൻ വളരെ അടുത്താണ്, സമീപസ്ഥനാണ് എന്ന ഒരു ബോധമുണ്ടാക്കുന്നുണ്ട്.
ഇത് ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. അറഫയിലെത്തുന്ന വിശ്വാസികൾക്ക് അള്ളാഹു ഇറങ്ങി വരുന്നു ഒന്നാം ആകാശത്തിലേക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അൽ ഹജ്ജു അറഫ. അപ്പോൾ അറഫയിൽ നിൽക്കുന്ന ഹജ്ജിന് പോകുന്ന ഒരു ഹാജിക്ക് അള്ളാഹു വളരെ അടുത്തുണ്ട് എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതും ഒരു സ്ഥലമാണ്. നമ്മൾ മദീനയിലേക്ക് പോവുകയാണെങ്കിൽ മദീന പള്ളിയുടെ അകത്തുള്ള റൗള ഷരീഫ് 12-15 മീറ്റർ നീളവും വീതിയുമുള്ള പ്രത്യേകമായ ഒരു സ്ഥലം, പ്രവാചകനും അനുചരന്മാരും പ്രാർത്ഥിച്ച നമസ്കരിച്ച ഇടം, അത് ആ സ്ഥലം സ്വർഗത്തിലെ ഒരു പൂന്തോപ്പാണ് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യന് സ്വർഗത്തിലെത്തിയ ഒരു പ്രതീതി റൗള ഷരീഫിലെത്തുമ്പോൾ ഉണ്ടാകുന്നു. അത് വളരെ പുണ്യകരമായിട്ടാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ എത്തി പ്രാർത്ഥിക്കുന്നത്, നമസ്കരിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, അവിടുന്ന് ദുആ ചെയ്യുന്നതൊക്കെ വളരെ പുണ്യകരമാണെന്ന് മാത്രമല്ല, അള്ളാഹു വളരെ അടുത്തുണ്ട് എന്ന നേരിട്ട് പറയുകയാണ് എന്നൊരു തോന്നൽ മനുഷ്യന് ഉണ്ടാക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്ഥലകാലബോധത്തിലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. ചില സമയങ്ങൾ ഇസ്ലാം പ്രത്യേകമായി പരിഗണിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നമ്മൾ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പരിഗണനയുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ദേഹശുദ്ധി വരുത്തി അംഗസ്നാനം ചെയ്ത് ഒരു സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുകയും റുക്കൂഉം സുജൂദും നിർവഹിക്കുകയും തഹജ്ജുദ് അതുപോലെയുള്ള വിത്തർ, ഖിയാമുൽ ലൈൽ ഒക്കെ നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കെ നമസ്കരിക്കുന്ന തഹജ്ജുദിലും അതിൻ്റെ പ്രാർത്ഥനയിലും അള്ളാഹും ഞാനും ഒറ്റക്കാണ് എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. തൻ്റെ എല്ലാ സങ്കടങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ കെട്ടഴിച്ചു വെക്കാനും നിരത്താനും പറയാനും കരയാനും സത്യവിശ്വാസിക്ക് അത് ഒരു അവസരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാലം എന്ന അടിസ്ഥാനത്തിൽ റമദാൻ മാസം. നമുക്കറിയാം, വിശ്വാസിയുടെ ഏറ്റവും നല്ലൊരു കാലമായിട്ടാണ് റമദാൻ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ റമദാൻ ഷഹറുല്ല, അള്ളാഹുവിൻ്റെ മാസം, ഷഹറുൽ ഖുർആൻ, ഖുർആൻ്റെ മാസം, ഷഹറുൽ ബറക്ക, ഷഹറുൽ റഹ്മ, ഷഹറുൽ മഗ്ഫിറ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഷഹറുല്ല, അള്ളാഹുവിൻ്റെ ഒരു മാസമെന്ന് പ്രത്യേകം ഒരു പേര് പറയുമ്പോൾ ആ മാസം മുഴുവനായി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, കൂടുതൽ അവനിലേക്ക് സാമീപ്യം പ്രാപിക്കാനുള്ള ഒരവസരമാണ് നൽകപ്പെടുന്നത്. പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഒരു സത്യവിശ്വാസി തന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴം അടുക്കും. ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് നടന്നെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഓടിയെടുക്കും. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾക്ക് ശേഷം സൂറത്തുൽ ബഖറയിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എൻ്റെ അടിമ എന്നെപ്പറ്റി പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ പറയുക, ഞാൻ അവന് വളരെ സമീപസ്ഥനാണ്. അവൻ പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കും, ഉത്തരം നൽകും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ ഈ പറഞ്ഞതിന് എനിക്ക് മറുപടി നൽകണം, അഥവാ അവനോട് മാത്രം പ്രാർത്ഥിക്കണം. അതോടൊപ്പം അവനെ വിശ്വസിക്കുകയും വേണം. അവിടെയും ഒരു അപ്ലിക്കേഷൻ കൊടുത്തു, ഇവിടെയും ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അള്ളാഹുവിലും ഒന്ന് കിടക്കട്ടെ എന്ന രൂപത്തിലല്ല. ഫൽയുമിനു ബി, എന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞാൻ അവന് ഉത്തരം നൽകും, പ്രാർത്ഥനയ്ക്ക് ഫലം നൽകും എന്ന വിശ്വാസത്തോടുകൂടി ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. അതുപോലെ ഖുർആനിൽ നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തു നിൽക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ഒരു സാമീപ്യം സ്ഥലത്തിലൂടെ, സമയത്തിലൂടെ, കാലത്തിലൂടെ, സന്ദർഭത്തിലൂടെ ഇസ്ലാം നൽകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു പ്രത്യേക കാലം തന്നെയാണ്, അവസരമാണ് വിശ്വാസിക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ എന്നാണ് ആ പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ഥലകാല ചിന്തകളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ മാസം അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള, അവൻ്റെ സാമീപ്യത്തിലേക്ക് പറന്നടുക്കുവാനുള്ള സമയമാണ് എന്ന് പ്രത്യേകം നമ്മെ ഉണർത്തുന്നു. ഈ സന്ദർഭത്തിൽ അതിനുള്ള ദിനങ്ങളായി വരുന്ന ദിവസങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മാന്യ പ്രേക്ഷകർക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റയ്യാൻ റമദാനിൽ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ റഹ്മാൻ വാഴക്കാടാണ്. റഹ്മാൻ വാഴക്കാടിന് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. നോമ്പിൻ്റെ ഓർമ്മകൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും റഹ്മാൻ വാഴക്കാടിൻ്റെ നോമ്പനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? സാധാരണഗതിയിൽ ഇന്നത്തെ അവസ്ഥ പോലെയല്ല ഞാൻ വന്ന ഒരു കാലഘട്ടം. എൻ്റെ ഓർമ്മ വെച്ച കാലഘട്ടം, എൻ്റെ ബാല്യകാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഒരു പ്രയാസത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് സത്യത്തിൽ നോമ്പ് എന്താണ് എന്നും നോമ്പിൻ്റെ ഗുണം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമയത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാപ്പിളപ്പാട്ടിനോട് ഇങ്ങനെ ഒരു പ്രണയം തുടങ്ങിയത് എന്ന് മുതൽ? മാപ്പിളപ്പാട്ട് പാടുക എന്നത് എനിക്ക് ഓർമ്മ വന്ന നാൾ മുതൽ തന്നെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. മദ്രസയിൽ പോയി തുടങ്ങിയ കാലഘട്ടം മുതൽ സ്കൂളിൽ 1-ാം ക്ലാസ് മുതലേ ഞാൻ ഈ പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർക്കാൻ കഴിയുന്നത് മുമ്പ് കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ മദ്രസ വാർഷികങ്ങൾ ഉണ്ടാവാറുണ്ട്. അന്ന് UK ഇബ്രാഹിം മൗലവി, റഹീം കുറ്റ്യാടി, ഹമീദ് ഷെർവാൻ ഇവരൊക്കെയാണ് അന്ന് ഈ ഞങ്ങളൊക്കെയുള്ള പാട്ട് പഠിപ്പിച്ചു തരാറ്. അവരൊക്കെയാണ് എൻ്റെ ആദ്യകാലത്തെ ഗുരുനാഥന്മാർ. അവർ പറഞ്ഞു തന്ന പാട്ടുകൾ പാടി 1-ാം ക്ലാസ് മുതലേ പാട്ട് പാടി തുടങ്ങുന്നുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് മനസ്സിലാവുന്നതൊക്കെ പിന്നീടാണ്. പാട്ട് പാടി പിന്നീട് പാട്ടിനെ സീരിയസ് ആയി എടുത്തതിന് ശേഷം എങ്ങനെയാണ് പഠനങ്ങളും മറ്റു ഗുരുനാഥന്മാരൊക്കെ ആരായിരുന്നു? പിന്നീട് ഞാൻ പാടി വന്നതിന് ശേഷം നമ്മുടെ നാടുകളിലൊക്കെയുള്ള ക്ലബ്ബുകളിൽ പാടി എന്നെയാക്കിയത് പ്രിയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ്. പിന്നീട് ആകാശവാണിയിൽ പാടുകയാണ്. അതിനുശേഷം ദൂരദർശനിലായി. അങ്ങനെ പല ഏരിയകളിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റ് പല ചാനലുകളിലൊക്കെ പാടി തുടങ്ങി. പക്ഷെ ആ സമയത്തൊക്കെ എങ്ങനെയാണ് പാടേണ്ടത്, എങ്ങനെയൊക്കെയുള്ള സംഗതികൾ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ എനിക്ക് സത്യത്തിൽ പഠിപ്പിച്ചിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ KV അബുട്ടി മാഷാണ്. പിന്നെ കോഴിക്കോട് അബൂബക്കർ സാറ്, അതുപോലെ തന്നെ വെള്ളയിൽ അബൂബക്കർ. പിന്നീടാണ് അവരുമായിട്ടുള്ള ബന്ധം. നേരത്തെ എനിക്ക് ഇന്നും ബന്ധമുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ KV അബുട്ടി മാഷാണ്. അദ്ദേഹമാണ് എനിക്ക് എങ്ങനെയാണ് അതൊക്കെ പാടേണ്ടത്. കാരണം ഇന്ന് നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നത് പോലെയുള്ള സൗകര്യങ്ങളൊന്നും അന്ന് ഞങ്ങളെപ്പോലെ ആളുകൾക്ക് ഇല്ലായിരുന്നു. ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ ഞാൻ ജില്ലാ കലോത്സവത്തിൽ വരെ പാടിയിട്ടുണ്ട്. അന്ന് ഒരു പാട്ട് തരാൻ പോലും ആളില്ലായിരുന്നു. ഇങ്ങനെയാണ് ആ പാട്ട് പാടേണ്ടത് എന്ന് പറയാൻ പോലും ആളില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇവരൊക്കെ പോലെയുള്ള ആളുകളെ ബന്ധപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് മാപ്പിളപ്പാട്ടിലെ സംഗതികൾ എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. മാപ്പിളപ്പാട്ടിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. അതിൽ റഹ്മാൻ വാഴക്കാടിൻ്റെ സ്കൂള് ഏതാണ്? യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് എനിക്കൊരു ദിശയും എനിക്കൊരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയല്ല ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് മാപ്പിളപ്പാട്ടിൽ കാണുന്ന പലയാതി കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെയും ടൈപ്പ് അനുസരിച്ചാണ്. പക്ഷെ ഞാൻ അന്നും ഇന്നുമൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു മൊറാലിറ്റി രീതിയാണ്. മാപ്പിളപ്പാട്ടിൽ പല ആളുകളും പല രീതിയിൽ പാടുന്നെങ്കിൽ പോലും നമ്മളൊക്കെയും ഇപ്പോഴും അതിൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ തനിമ ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടേതായ ഒരു രീതിയും കാര്യവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കപ്പെടുമ്പോൾ എന്ത് തരം പാട്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുകയും OM കരുവാരക്കുണ്ടോ അല്ലെങ്കിൽ കാനേഷ് പൂനൂരോ ബാപ്പു വെള്ളിപ്പറമ്പോ അല്ലെങ്കിൽ ബാപ്പു വാവാടോ ഇവരോടൊക്കെ നമ്മൾ അങ്ങോട്ട് ട്യൂൺ പറഞ്ഞ് ഇന്ന വരികളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു പാട്ടിന് ഒരു മെസ്സേജ് നൽകുന്നുണ്ടല്ലോ നമ്മൾ. ഇപ്പോൾ ദൈവത്തോടാണ് പറയുന്നതെങ്കിൽ പോലും ദൈവം എന്നത് ഒരാളുടെ ദൈവമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ദൈവമാണ്. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക ദൈവമൊന്നും, ഹിന്ദുക്കൾക്ക് വേറെ ദൈവമൊന്നും, ക്രിസ്ത്യാനികൾക്ക് വേറെ ദൈവമൊന്നുമില്ല. എല്ലാവർക്കും ഒരു ദൈവമാണ് ഉള്ളത്. ആ ദൈവം വലിയവനാണ്, ആ ദൈവം ജഗദീശ്വരനാണ്, കാരുണ്യവാനാണ് എന്ന് നമ്മൾ പാടിത്തുടങ്ങുമ്പോൾ അതിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുമുണ്ട്. എല്ലാവർക്കും വരാവുന്ന രീതിയിൽ ഒരു കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ,
ഒരു സൗഹാർദ്ദ ഗാനം. ഞാൻ എപ്പോഴും എൻ്റെ പ്രോഗ്രാമിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാട്ട് ഈ മതസൗഹാർദ്ദ ഗാനമായിരുന്നു. അത് ഞാൻ ഏഷ്യാനെറ്റിൽ പാടിയിട്ടുണ്ട്, ദൂരദർശനിൽ പാടിയിട്ടുണ്ട്, കൈരളിക്ക് വേണ്ടി പാടി. അതിലൊക്കെ ഞാൻ ചേർത്തത് ഈ ഒരു വരി എനിക്കൊരു പ്രധാന സംഗതിയാണ്. നമ്മളെല്ലാവരോടും ഉള്ള ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മളൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയണം. എല്ലാ മതങ്ങളും പറയുന്നത് സനാതന മൂല്യങ്ങളാണ്. അതാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് ആ ഒരു സ്നേഹവും ഇഷ്ടവും റഹ്മാൻ വാഴക്കാടിനോട് പ്രേക്ഷകർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്വന്തമായിട്ട് ഏകദേശം എത്ര കാസറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവും? ഞാൻ പാടിയതൊരു 8-10ഓളം കാസറ്റുകൾക്ക് പാടിയിട്ടുണ്ട്. ഒരു 3-4 ആൽബങ്ങൾക്ക് വേണ്ടി ശബ്ദം നൽകുകയും ചെയ്തിട്ടുണ്ട്. പാട്ട് പാടാന്ന് പറയുമ്പോൾ 100 കണക്കിൽ പാട്ടുകൾ ഇപ്പോൾ ആകാശവാണിയിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. ഒരു 8-10 പ്രോഗ്രാം ഞാൻ ദൂരദർശന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് എന്നെ ക്ഷണിക്കപ്പെട്ടൊരു പ്രോഗ്രാം തൃശ്ശൂരിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് അബൂബക്കറിൻ്റെ സംഗീത സംവിധാനത്തിൽ. അപ്പോൾ ഈ രീതിയിലുള്ള പാട്ടുകളായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. റയ്യാൻ റമദാനിൻ്റെ ഈ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിലും റഹ്മാൻ വാഴക്കാട് നമ്മോടൊപ്പം ഉണ്ടാകും. റയ്യാൻ റമദാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് 2 നോമ്പുകൾ നോറ്റതിന്റെ സംതൃപ്തിയിലാണ് നാം. നമ്മുടെ നോമ്പുകൾ അള്ളാഹുവിന്റെ സ്വീകാര്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മജ്‌ലിസ് റയ്യാനിൽ ഇന്ന് ആദ്യത്തെ ചോദ്യം ടീം എയോട്. ഖുർആനും സുന്നത്തും ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളാണ്. ഇത് രണ്ടും മാറിപ്പോകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതിന് ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. റമദാൻ പരസ്പര സഹായത്തിന്റെ മാസമാണ്. ഇത് പറഞ്ഞത് ഖുർആനിലോ നബിവചനത്തിലോ? ഖുർആനിൽ. ഉത്തരം തെറ്റാണ്. റമദാൻ പരസ്പര സഹായത്തിന്റെ മാസമാണ് എന്ന് പറഞ്ഞത് നബി വചനത്തിലാണ്. ടീം എ, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. നമുക്ക് ടീം ബിയിലേക്ക് പോകാം. ടീം ബി, നിങ്ങൾക്കുള്ള ചോദ്യം, തൗറാത്ത് അവതീർണമായ മാസം ഏതാണ്? തൗറാത്ത് അവതീർണമായ മാസം ഏതാണ്? റമദാൻ. റമദാൻ. ഉത്തരം ശരിയാണ്. ഖുർആനും തൗറാത്തും അവതീർണമായത് റമദാൻ മാസത്തിലാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കുട്ടിക്കാലം മുതൽ തന്നെ മുഹമ്മദ് സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ആ മുഹമ്മദിന് മക്ക നിവാസികൾ ചാർത്തിക്കൊടുത്ത പേരായിരുന്നു അൽ അമീൻ അഥവാ വിശ്വസ്തൻ. ഈ മുഹമ്മദിന് പ്രവാചകനാകുമെന്ന് ആദ്യമായി പ്രവചിച്ച പുരോഹിതനാരാണ്? മുഹമ്മദ് പ്രവാചകനാകുമെന്ന് ആദ്യമായി പ്രവചിച്ച പുരോഹിതനാരാണ്? വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫൽ. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം ബിയോട്. പരലോകത്ത് അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യുമ്പോൾ, നമ്മുടെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കുമ്പോൾ നന്മയുടെ ഭാഗം അല്പം ഭാരം കൂടിയാൽ നാം സ്വർഗപ്രവേശനം നേടും. പരലോകത്തിൽ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന പ്രാർത്ഥന. ഉത്തരം തെറ്റാണ്. നമുക്ക് ടീം എയിലേക്ക് പാസ് ചെയ്യാം. ടീം എ, ചോദ്യം ഇതാ. പരലോകത്തിൽ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഏത്? സൽസ്വഭാവം. ഉത്തരം ശരിയാണ്. ടീം എ 2 പോയിന്റ് വാങ്ങി ഈ സെഗ്മെന്റിൽ വിജയിച്ചിരിക്കുന്നു. ടീം ബി 1 പോയിന്റ് മാത്രമാണ് നേടിയത്. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. റാഹിമും നീ,
റാസിഖും നീ പാടും വിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാ അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. റാഹിമും നീ റാസിഖും നീ പാടും വിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാ അഹദേയ ആരാധ്യനേ. കടലിലും കരയിലും നിന്നിൽ കതിരിടും നിൻ കതിറ്. കാണുന്നു നിന്നെയൻ കണ്ണിൽ, കരളിനുള്ളിൽ നിൻ മധുഹ്. ആയിരം നാവിനാൽ വാഴ്ത്തിയാലും തീരൂല നിൻ പൊലിവ്. ആയിരം പുറങ്ങളിൽ പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരിഷകൾ. അല്ലാ അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. റാഹിമും നീ റാസിഖും നീ പാടും വിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാ അഹദേയ ആരാധ്യനേ. ഫജറിന്റെ തുടിപ്പിക്കും കാണാം പരനെ കരവിരുത്. മഗ്‌രിബിൻ കവിളിലും കാണാം മായാത്ത നിറവ്. വാനിൽ വിധാനിച്ച താരകപ്പൂക്കൾ വലിയവനെ നിൻ തെളിവ്. കുഞ്ഞെന്ന വാക്കാൽ എല്ലാം പടച്ചോനേ, കാരുണ്യ പൂങ്കവിൽ വീശണേ. അല്ലാ അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. റാഹിമും നീ റാസിഖും